ഒരു നഗരമധ്യത്തിൽ ഇത്രയും ഭംഗിയുള്ള കാഴ്ച വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നറിയും. ആ കാഴ്ചയാണ് പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുട്ടിപ്പാറ മല. പത്തനംതിട്ടയുടെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട നഗരത്തോട് ഇത്രയും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചുട്ടിപ്പാറ മല. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും KSRTC ബസ് സ്റ്റാൻഡിനും ഒക്കെ വളരെ അടുത്തായി തന്നെയാണ് ചുട്ടിപ്പാറ മല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതും വളരെ എളുപ്പമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 പാറകളുടെ ഒരു കൂട്ടമാണ് ചുട്ടിപ്പാറ മല. കാറ്റാടിപ്പാറ, പുലിപ്പാറ, ചേലവിരിച്ച പാറ. താഴെ നിന്ന് നോക്കുമ്പോൾ 2 പാറകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ എത്തുമ്പോഴാണ് മൂന്നാമത്തെ ഒരു പാറ കൂടി കാണാൻ കഴിയും. ദൂരെ നിന്ന് നോക്കുമ്പോൾ പാറയ്ക്ക് മുകളിൽ കയറാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും വലിയ ആയാസമില്ലാതെ തന്നെ പാറയ്ക്ക് മുകളിൽ കയറാൻ സാധിക്കുന്ന ധാരാളം രാമായണ കഥകൾ ഈ പാറയെ ചുറ്റിപ്പറ്റി കേൾക്കാനിടയായി. ഐതിഹ്യം അനുസരിച്ച് രാമനും അദ്ദേഹത്തിന്റെ പരിചാരകരും നിരവധി യാത്രകൾക്കിടയിൽ ഇവിടെ വിശ്രമിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇവിടെ രണ്ടാമതായി കാണുന്ന കാറ്റാടിപ്പാറയ്ക്ക് താഴെയായി ഒരു ഗുഹ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഗുഹയിലാണ് രാമനും സീതയും താമസിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ആ ഗുഹയ്ക്കുള്ളിൽ ഒരു വിളക്ക് വെച്ച് ആരാധിച്ചു വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പത്തനംതിട്ട ടൗണിന്റെയും അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളുടെയും ഒക്കെ ഒരു ബേർഡ് ഐ വ്യൂ നമുക്ക് ചുട്ടിപ്പാറ മലയ്ക്ക് മുകളിൽ നിന്നാൽ കാണാൻ സാധിക്കും. പാറക്കെട്ടുകൾക്ക് മുകളിലായി നിറയെ മണ്ണിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ചെടികളും പച്ചപ്പും കൊണ്ട് സമൃദ്ധമാണ് ഇവിടം. പാറയ്ക്ക് മുകളിലായി ഒരു മഹാദേവ ക്ഷേത്രവും ഹരിഹര മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രം പത്തനംതിട്ട നഗരത്തിന്റെ പല ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പോൾ അടുത്തായി കാണുന്ന ചുട്ടിപ്പാറ മലയിലേക്ക് എത്താൻ ഏകദേശം 1 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിക്കേണ്ടി വരും. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന സൂര്യാസ്തമയവും കാഴ്ചകളും ഒക്കെ കണ്ട് സമയം ചെലവഴിക്കുന്നത് ഒരു പ്രത്യേക വൈബായാണ് തോന്നിയത്.